ഹായ് ഡിയേഴ്സ്, ഒരു അടിപൊളി അവസരം വന്നിട്ടുണ്ട്. അതായത് ലക്സംബർഗിലേക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും കേട്ടോ. സ്പോൺസർഷിപ്പ് ജോബാണ്, നമുക്ക് യാതൊരു ക്യാഷ് മുടക്കാതെ തന്നെ പോകാൻ പറ്റും. മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അൺസ്കിൽഡ് അതുപോലെ തന്നെ സ്കിൽഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ജോബുകളും നമുക്ക് അവൈലബിൾ ആണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റ്സ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. അതായത് ലക്സംബർഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ എക്കണോമീൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ മുന്നിട്ട് നിൽക്കണം, വളരെ സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമാണ് ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ജോബ് ഓഫേഴ്സ് എന്ന് പറയുന്നത് ലക്സംബർഗിലുള്ള ചില കമ്പനീസിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഒരു പ്ലാസ്റ്റിക് ഇൻഡസ്ട്രികളിലുള്ള ഒരു കമ്പനീസിലേക്കും അവിടെയുള്ള ചില വെയർ ഹൗസിലേക്കൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു വേക്കൻസികൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ. പിന്നെ ഒരു കാര്യം കൂടിയും പറയാണ്ട്, ഇതൊക്കെ ഒരു സ്പോൺസർഷിപ്പ് ജോലികളാണ്. സോ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഒറ്റൊന്ന് മാത്രം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും വെയിറ്റ് ചെയ്യാതിരിക്കുക. സോ മാക്സിമം എത്ര നമുക്ക് പറ്റുമോ അത്രയും നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ, സ്റ്റുഡൻറ്റ് വിസ, ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, ഇനി എന്തായാലും ലാഗ് അടുപ്പിക്കണില്ല. ഇനി നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ലിങ്ക് വഴി നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാവും എത്തുണ്ടാവുക. അതായത് നമുക്കിവിടെ വായിക്കാൻ പറ്റും ലെക്സ്പ്ലാസ്റ്റ് എക്സ്പോ 2025 പ്ലാസ്റ്റിക് ആൻഡ് പാക്കേജിംഗ് കരിയേഴ്സ് ഇൻ ലക്സംബർഗ്. ഓക്കെ, സോ ഇതെന്താണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. അബൌട്ട് ദിസ് ഇവന്റ്. ഓക്കെ, ഇതൊന്ന് വായിച്ചാൽ മതി കേട്ടോ. അതായത് നമുക്ക് മാനുഫാക്ചറിങ്, ഹൈ ക്വാളിറ്റി പ്രൊഡക്ഷൻ, ഓക്കെ, ഇതുപോലുള്ള എത്തിക്കൊക്കെയാണ് ഇപ്പോൾ ഓഫേഴ്സ് വന്നിട്ടുള്ളത്. ലക്സ്പ്ലാസ്റ്റ് എക്സ്പോ 2025 ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദിസ് ഈസ് എ ടൈപ്പിക്കൽ ജോബ് ഫെയർ. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ കണക്ടിങ് ടാലന്റഡ് വർക്കേഴ്സ് വിത്ത് ലീഡിംഗ് കമ്പനീസ് ഇൻ ദ ഹാർട്ട് ഓഫ് യൂറോപ്പ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മെഷീൻ ഓപ്പറേറ്റർ, പ്രൊഡക്ഷൻ പ്ലാനർ, ക്വാളിറ്റി കൺട്രോൾ സ്പെഷ്യലിസ്റ്റ്, പിന്നെ വെയർഹൗസ് ടെക്നീഷ്യൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിന് പറ്റും. അതുമാത്രമല്ല, നമുക്കിവിടെ ഒരുപാട് പൊസിഷൻസ് കേട്ടോ. ഏകദേശം 39ഓളം പൊസിഷൻസിലേക്ക് നമുക്ക് വേക്കൻസികൾ ഉണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ റോൾസിൽ നമുക്ക് കുറേ എണ്ണം കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, മെയിൻ്റനൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ റോൾസ്. ഓക്കെ, അതിലും നമുക്ക് ഒരുപാട് എണ്ണം കാണാൻ പറ്റും. നമുക്കിവിടെ പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ, സ്കിൽഡ് ജോബുകളും, പിന്നെ നമുക്ക് സാധാ ഒരു വെയർഹൗസ് വർക്കർ അല്ലെങ്കിൽ വെയർഹൗസ് പിക്കർ പാക്കർ ജോബുകൾ, പാക്കിംഗ് ജോബുകളൊക്കെ ഉള്ളത്, അങ്ങനത്തെ ജോബ്സും ഉണ്ട്. ഒരു അൺസ്കിൽഡ് ജോബ്സും കിട്ടും. ഓക്കെ, ഇനി വൈ ലക്സംബർഗ്? എന്തുകൊണ്ട് ലക്സംബർഗ്? ഓക്കെ, ലക്സംബർഗിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ലക്സംബർഗ് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് കേട്ടോ. സോ എന്തായാലും നമുക്കിത് കറക്റ്റായിട്ട് വായിച്ചു നോക്കാം. നമുക്ക് ഈ ഒരു ലെക്സ്പ്ലാസ്റ്റ് എക്സ്പോ ഇതിൽ എന്തുകൊണ്ടാണ് നമ്മളിത് പങ്കെടുക്കണം, ഇതുവഴി പങ്കെടുത്താൽ എന്താണ് കാര്യം? ഓക്കെ, നമുക്ക് ഈ ഒരു നല്ല ജോബുകൾ, അതായത് നമുക്ക് നോൺ യു നാഷണലിസ്റ്റിന് നമുക്ക് ലീഗലായിട്ട് ലക്സംബർഗിൽ വർക്ക് ചെയ്യാൻ നമുക്ക് വർക്ക് പെർമിറ്റും ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിത് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. അത് ഫുള്ള് വായിച്ച് നോക്കുക കേട്ടോ. കാരണം ഞാനത് ഓരോന്നും പറഞ്ഞു തരാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ മെയിനായിട്ടുള്ളത് മാത്രം പറഞ്ഞു പോവാണ്. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയേഴ്സ് വിൽ ഓഫർ പെർമിറ്റ്സ് ആൻഡ് അക്കോമഡേഷൻ സപ്പോർട്ട് ടു സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആസ് പെർ ദെയർ സ്പെസിഫിക് ജോബ് റിക്വയർമെന്റ്സ്. ഓക്കെ, നമ്മൾ ഇവർ കൊടുക്കുന്ന ഈ ഒരു ജോബ് റിക്വയർമെന്റിന് ഓക്കെ നമ്മൾ അതിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പെർമിറ്റ്, അക്കോമഡേഷൻ സപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് അവിടുത്തെ എംപ്ലോയേഴ്സ് നമുക്ക് തരും കേട്ടോ. ഓക്കെ, ഇനി എന്നാണ് ഇത് നടക്കുന്നത്? അതായത് ഈ വരുന്ന ജൂൺ 18 ഈ ഒരു എക്സ്പോ നടക്കുന്നത്. ഓക്കെ, അതായത് 10 AM മുതൽ 5 PM ലക്സംബർഗത്തെ ടൈമാണ്. ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. ലൊക്കേഷൻ ലക്സംബർഗിൽ തന്നെയാണ് നടക്കുന്നത്. 7ഓളം എംപ്ലോയേഴ്സ് ആണ് കേട്ടോ. 7ഓളം എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് ആണ് ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഈ ഒരു പ്രോഗ്രാമിന്. പിന്നെ ഇവന്റ് ടൈപ്പ് ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓക്കെ നമുക്കിപ്പോൾ ഓപ്പൺ ആണ് കേട്ടോ. ജോബ് സീക്കേഴ്സിന് ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ ആണ്. എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അങ്ങനെ. ഓക്കെ, ഇവിടെ രജിസ്റ്റർ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവന്റ് രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകും. ഓക്കെ, സോ ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാവും.
അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇവിടെ നെയിം ഉണ്ടാവും. ഓക്കെ, നമ്മൾ നമ്മളുടെ ഫസ്റ്റ് നെയിം അടിക്കുക, ലാസ്റ്റ് നെയിമിന്റെ അവിടെ ലാസ്റ്റ് നെയിം അടിക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതൊന്ന് കൺഫർമേഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ട് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവന്റ്, നമ്മൾ ഈ ഒരു ഇവന്റ് എങ്ങനെയാണ് അറിയപ്പെട്ടത്. ഇവിടെ സോഷ്യൽ മീഡിയ ഉണ്ട്, അത് കൊടുത്താൽ മതി. ഇവന്റ് പാർട്ടിസിപ്പേഷൻ, ഇന്നത്തെ ഏതാണ് ഇവന്റ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെക്സ്പ്ലാസ്റ്റ് എക്സ്പോ 2025 പ്ലാസ്റ്റിക് ആൻഡ് പാക്കേജിംഗ് കരിയേഴ്സ് ഇൻ ലക്സംബർഗ്, 18 ജൂൺ നടക്കുന്നത്, അത് ടിക്ക് ചെയ്യുക. പിന്നെ ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, നിങ്ങളെ ജെൻഡർ കൊടുക്കുക. പിന്നെ കൺട്രി, ഓക്കെ, നമ്മളിവിടെ ഇന്ത്യ കൊടുക്കുക. കറന്റ് റെസിഡൻസ് നമ്മൾ ഇന്ത്യ കൊടുക്കുക. ദെൻ സിറ്റിസൺഷിപ്പ്, നമ്മുടെ സിറ്റിസൺഷിപ്പ് എവിടെയാണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്, അതും നമ്മൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ദെൻ ലാംഗ്വേജ് സ്കിൽസ്, ഇംഗ്ലീഷ് ഉണ്ട്, ടിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും അഡീഷണൽ ലാംഗ്വേജ് നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, നല്ലൊരു ബെനിഫിറ്റ് ആണ്. നമുക്ക് ഈ ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഹിന്ദി ഉണ്ട്, ലക്സംബർഗിഷ് ഉണ്ട്, ജർമ്മൻ, ഫ്രഞ്ച്, പോർച്ചുഗീസ്, സ്പാനിഷ്. ഓക്കെ, വേറെ ഏതെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏജ്, നിങ്ങളുടെ ഏജ് ഇതിന്റെ ഇടയിൽ ഏതിലാണ് വരുന്നത്, 21 to 34, 35 to 44 അങ്ങനെ ഉണ്ട്. സോ നിങ്ങൾ ഏതിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, 55+ ഉള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. സോ അത് കൊടുത്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ലെവല്, ഓക്കെ, അത് എത്രയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക, നിങ്ങളുടെ കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും ഒരു 2 years കൊടുക്കുക കേട്ടോ. ഒന്നും കൊടുക്കാതിരിക്കണമെങ്കിൽ നല്ലതാണ് നമ്മൾ ഏതെങ്കിലും കൊടുക്കുന്നത്. ഇനി സ്കിൽസിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളിവിടെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം 39ഓളം വേക്കൻസികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതിൽ ഏത് ജോബാണോ നോക്കുന്നത് അതിനനുസരിച്ചുള്ള സ്കിൽസ് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ വെയർ ഹൗസ് പിക്കർ പാക്കർ ജോബ്, ഈ ഒരു ജോബാണ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചുള്ള സ്കിൽസ് നമ്മളിവിടെ കൊടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPT ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. കാരണം ഇവിടെ ഉണ്ട് മെൻഷൻ യുവർ സ്കിൽസ് സെപ്പറേറ്റഡ് ബൈ കോമാസ്, നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPT യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ പ്രൊഫൈല് ഓപ്ഷണലാണ്, നിർബന്ധമല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ലിങ്ക്ഡൈൻ പ്രൊഫൈലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, ആർ യു ലീഗലി അലൗഡ് ടു വർക്ക് ഇൻ യൂറോപ്പ്, നമുക്ക് യൂറോപ്പിൽ വർക്ക് ചെയ്യാൻ ലീഗലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇപ്പൊ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, സോ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് വേണോ ചോദിക്കുന്നുണ്ട്, യെസ് കൊടുക്കുക. അവിടെ എഴുതിയിട്ടുണ്ട് വർക്ക് പെർമിറ്റ്സ് ഫോർ സെലക്ടഡ് നോൺ EU കാൻഡിഡേറ്റ്സ് വിൽ ബി പ്രോസസ്ഡ് ബൈ ദ ഹയറിംഗ് കമ്പനി. ഓക്കെ, സോ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല കേട്ടോ, ഈ ഹയറിംഗ് കമ്പനിയാണ് കേട്ടോ. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ഡു യു റിക്വയർ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ്, നമുക്ക് വിസ സ്പോൺസർഷിപ്പ് വേണോ അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത്, യെസ് കൊടുക്കുക. വിസ സ്പോൺസർഷിപ്പ് മേ ബി അവൈലബിൾ ഫോർ നോൺ EU അപ്ലിക്കൻസ്. സ്പോൺസർഷിപ്പ് ഡിസിഷൻസ് വിൽ ബി മെയ്ഡ് ആഫ്റ്റർ ദ ഇന്റർവ്യൂ പ്രോസസ് ബൈ ദ ഹയറിംഗ് കമ്പനി. ഓക്കെ, ഇവരായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷമാവും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ, സ്പോൺസർഷിപ്പിന്റെ കാര്യം. ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ, ഇതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക, ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ അവൈലബിലിറ്റി, നമുക്ക് എത്ര ടൈംസ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനി ടൈം ഉണ്ട്, അല്ലെങ്കിൽ ഐ നീഡ് 3 months ടു ജോയിൻ, എനിക്ക് ജോയിൻ ചെയ്യാൻ 3 months വേണം, അല്ലെങ്കിൽ 6 months വേണം, ഏതാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ഓക്യുപ്പേഷൻ, ഇതിൽ ഏതാണ് ജോബ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 39ഓളം പൊസിഷൻസ് ഉണ്ട്, ഏതാണോ അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരത്തെ വെയർ ഹൗസിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിക്കർ പാക്കർ ജോബ്, അത് സെലക്ട് ചെയ്തു. പിന്നെ ഈസ് യുവർ യൂറോപ്പ CV റെഡി, ഓക്കെ, യെസ് കൊടുക്കുക. നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യൂറോപ്പ CV ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും കേട്ടോ. അത് നോക്കിയിട്ട് ഒരു യൂറോപ്പ CV ഉണ്ടാക്കുക. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ ഇവരുടെ മെയിലേക്ക്. ഞാൻ ഇവരുടെ മെയിൽ അഡ്രസ്സ് ഷോ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ അതിന് സെൻഡ് ചെയ്യണം. ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല കൊടുക്കുക. ഓക്കെ, സോ ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവന്റ്, ഓൺലൈന് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ, ഓൺലൈന് കൊടുക്കുക. ഓക്കെ, ദെൻ പ്രൈവസി പോളിസി ജസ്റ്റ് നമ്മൾ അവിടെ ടിക്ക് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക, ദെൻ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. സോ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ വരും, അതായത് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്തത് കറക്റ്റായി പറഞ്ഞിട്ട്. ഓക്കെ, സോ പിന്നെ ഇവർ പറയുന്നുണ്ട് ഇനി ഓൺലി സെലക്ടഡ് കാൻഡിഡേറ്റ്സ് വിൽ റിസീവ് ആൻ ഇൻവിറ്റേഷൻ ഇമെയിൽ ഫ്രം അസ് വിത്ത് ദ ലിങ്ക് ടു ജോയിൻ ദ ഇവന്റ്. ഓക്കെ, ഈ ഒരു ഇവന്റ് നടക്കുന്നത് 18-ാം തീയതിയാണ്. ഓക്കെ, ഈ ഒരു 18-ാം തീയതി നടക്കുന്ന ഈ ഒരു ഇവന്റിലേക്ക്, ഈ ഒരു ഓൺലൈൻ ഇവന്റിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഓൺലി സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്ക് ഇമെയിൽ വഴി നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു സ്പോൺസർഷിപ്പോട് കൂടിയിട്ട്, അതായത് സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ലക്സംബർഗ് പോലൊരു രാജ്യത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക്
അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട്, നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജോബ് ഓഫേഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.